എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ നല്ലൊരു പായസം ഇന്ന് തയ്യാറാക്കിയാലോ നമുക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് പായസം. ഈ ഓണത്തിന് മറക്കാതെ തന്നെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പായസം എങ്ങനെയാണ് തയ്യാറാക്കുക നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കാഷ്യൂസും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. സദ്യയോടൊപ്പം വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഈ ഒരു പായസം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിപ്പോൾ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേ പാനിലേക്ക് 1/2 കപ്പ് സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതേ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പ്യൂരി കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നെയ്യിൽ ക്യാരറ്റ് വരണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. ഞാനൊരു 3/4 ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാലിപ്പോൾ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ചേർത്തിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി എടുക്കാം. പാല് നല്ലതുപോലെ തിളച്ചിട്ട് സേമിയൊക്കെ വെന്തിട്ട് പായസം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ഏലക്കയുടെ കുരു ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ലാസ്റ്റിൽ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പായസം ചെറുതായിട്ടൊക്കെ ചൂട് മാറിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. സദ്യയോടൊപ്പം നമുക്ക് ഈ ഒരു പായസം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് പായസം ട്രൈ ചെയ്യാൻ മറക്കരുത്. വേറെയും പായസത്തിൻ്റെ റെസിപ്പി എൻ്റെ ചാനലുണ്ട്, കാണാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുകയും ചെയ്യണേ. കൂടുതൽ റെസിപ്പീസുക്കായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. താങ്ക്